ഓക്കെ ഫൈൻ, ജുജുത്സു കൈസൺ അഥവാ JJKയുടെ സീസൺ 2 കംപ്ലീറ്റ് എല്ലാ കാനോൺ ഇവൻസും ഉൾപ്പെടുന്ന ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആയിരിക്കും ഇത്. ഒരു റീക്യാപ്പ് എക്സ്പ്ലനേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. പ്രീവിയസ് സീസൺസ് ഒക്കെ കണ്ടിട്ട് സീസൺ 3 കാണുന്നവർക്കും ഇത് ഉറപ്പായിട്ടും ഉപകാരപ്പെടുന്നതായിരിക്കും. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദി വീഡിയോ. ഓക്കെ ഫൈൻ, ജുജുത്സു കൈസൺ സീസൺ 2. സീസൺ 2-ന് 2 മേജർ പാർട്സ് ആണുള്ളത്, അല്ലെങ്കിൽ 2 ആർക്കായിട്ട് തന്നെ നമുക്ക് തിരിക്കാം. 1 ഹിഡൻ ഇൻവെന്ററി അല്ലെങ്കിൽ ഗോജോയുടെ പാസ്റ്റ് ആർക്ക്, 2 ഷിബുയ ഇൻസിഡന്റ് ആർക്ക്. ഇത് രണ്ടും 100% കാനോൺ ആർക്സ് തന്നെയാണ്. ആദ്യം നമുക്ക് ഹിഡൻ ഇൻവെന്ററി ആർക്ക് നോക്കാം. എപ്പിസോഡ് 1 മുതൽ 5 വരെയാണ് ഈ ആർക്ക് നീണ്ടു നിൽക്കുന്നത്. ഇതിൽ നമ്മുടെ ഗോജോയുടെയും ഗേറ്റോയുടെയും പാസ്റ്റ് ഒക്കെ നമുക്ക് കാണാം. യെസ്, സീസൺ 1-ൽ നമ്മൾ ഗോജോനെയും ഗേറ്റോനെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. JJK മൂവിയിൽ ഗോജോയുടെയും ഗേറ്റോയുടെയും കുറച്ച് പാസ്റ്റ് ഒക്കെ നമുക്ക് മനസ്സിലായി. സീസൺ 2-ൽ കംപ്ലീറ്റ്ലി നമുക്ക് മനസ്സിലാവും എത്രമാത്രം ഫ്രണ്ട്ഷിപ്പാണ് ഗോജോ ആൻഡ് ഗേറ്റോ തമ്മിൽ ഉണ്ടായിരുന്നതെന്ന്. അതായത് സീസൺ 2 ബിഗിൻ ചെയ്യുന്നത് തന്നെ സീസൺ 1-നും 12 വർഷങ്ങൾക്ക് മുമ്പാണ്. ആ ടൈമിൽ ഗോജോയും ഗേറ്റോയും സെക്കൻഡ് ഇയർ സ്റ്റുഡൻസ് ആയിരുന്നു ടോക്കിയോ ജുജുത്സു ഹൈയിൽ. ആൻഡ് നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ ഇവർ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. ഇവർ സ്ട്രോങ്സ്റ്റ് ഡ്യുവോ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. നല്ല കോൺഫിഡൻറ്റ്, ആരോഗ്യൻ്റ് ആൻഡ് അൺസ്റ്റോപ്പബിൾ ആയിട്ടുള്ള ഒരു ഡ്യുവോ. സെക്കൻഡ് ഇയറിൽ പഠിക്കുന്ന ടൈമിൽ തന്നെ ഗോജോയ്ക്ക് 6 ഐസും ലിമിറ്റ്ലെസ് ടെക്നിക്സും പോസസ് ചെയ്യുന്നുണ്ട്. ഗേറ്റോ ആണെങ്കിൽ കേഴ്സ്ഡ് സ്പിരിറ്റ് മാനിപ്പുലേറ്റ് ചെയ്യാനും എല്ലാ കേഴ്സിനെയും കൺട്രോളും അബ്സോർബും ചെയ്യാനും സാധിക്കും. അതുകൊണ്ട് തന്നെ ഇവരൊരു അൺസ്റ്റാൻഡബിൾ ഡ്യുവോ തന്നെയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവർക്ക് സ്റ്റാർ പ്ലാസ്മ വെസൽ മിഷൻ വരുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ റീക്കോ അമന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുണ്ട്. ഇതൊരു ചിയർഫുൾ മിഡിൽ സ്കൂൾ ഗേൾ ആണ്. ഇവളെ സ്റ്റാർ പ്ലാസ്മ വെസലായിട്ട് ചൂസ് ചെയ്തിരിക്കുകയാണ്. എന്താണ് റോളെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ്റ്റർ ടെൻഗൻ എന്ന് പറയുന്ന ആൾക്ക് ബാരിയർ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി, അതായത് ജുജുത്സു സൊസൈറ്റീൻ്റെ ബാരിയർ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഈ ഒരു ബോഡി വെസലായിട്ട് വേണം. അതിനെ മെർജ് ചെയ്തില്ലെങ്കിൽ ടെൻഗൻ ഭയങ്കരമായിട്ട് അങ്ങ് എവോൾവ് ആവും. ആ വേൾഡ് കേഴ്സ് ബാലൻസ് തന്നെ കൊളാപ്സ് ആയി പോകും. സോ ഇതിന് ഗോജോനെയും ഗെറ്റോനെയാണ് റീക്കോനെ പ്രൊട്ടക്ട് ചെയ്ത് അവിടെ എത്തിക്കുന്നിടം വരെയുള്ള കാര്യങ്ങൾ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു ടൈമിലേക്കാണ് വൺ ഓഫ് ദി മോസ്റ്റ് ഫാൻ ഫേവറേറ്റ് ആൻഡ് മോസ്റ്റ് ഫാൻസ് ഉള്ള ഒരു ക്യാരക്ടർ കടന്നു വരുന്നത്, ടോജി ഫുഷിഗിറോ. യെസ്, ആരാണ് ടോജി? ടോജി എന്ന് പറയുന്നത് നമ്മുടെ സീസൺ 1-ൽ കണ്ട മെഗുമയുടെ അച്ഛനാണ്. ഫുഷിഗിറോ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ നെയിമാണ്. ഇദ്ദേഹം സെനിൻ ക്ലാനിൽപ്പെട്ട ആളാണ്. എന്നാൽ സെനിൻ ക്ലാൻ ഇദ്ദേഹത്തിനെ ചാവട്ടി പുറത്താക്കി എന്ന് പറയാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് കേഴ്സ്ഡ് എനർജി എന്ന് പറഞ്ഞ സാധനമേ ഇല്ല. 0 കേഴ്സ് എനർജിയാണ്. അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ്ലി ഇൻവിൻസിബിൾ ആണ്. ഒരു സോർസറർക്കും ഒരു മന്ത്രവാദിക്കും പുള്ളിനെ സെൻസ് ചെയ്യാൻ പറ്റത്തില്ല. നോട്ട് ഈവൻ ദ മൈറ്റി ഗോജോ. അത് നമുക്ക് പിന്നീട് പറയാം. സോ ദ സോർസറർ കില്ലർ എന്ന് പറയുന്ന നിക് നെയിമുമായിട്ട് ടോജി വരികയാണ്. ടോജി പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യും. സോ ടോജിനെ ഹയർ ചെയ്തിരിക്കുന്ന ഇപ്പോൾ ടൈം വെസൽ അസോസിയേഷൻ എന്ന് പറയുന്ന ആ ഒരു അസോസിയേഷനാണ്. എന്തിനാണ്? റീക്കോ എന്ന് പറയുന്ന ആ ഒരു പെണ്ണുണ്ടായിരുന്നല്ലോ, ആ പെണ്ണിനെ കൊല്ലുക എന്നാണ് ഇപ്പം ടോജിയുടെ ഏറ്റവും വലിയ ഉദ്യമം. സോ ഇവഞ്ച്വലി ടോജി ഗോജോനെ കുഞ്ഞുനാൾ തൊട്ട് കാണുന്നൊക്കെ ആയിട്ടുള്ള കുറച്ച് പാസ്റ്റ് ഒക്കെ കാണിക്കുന്നുണ്ട്. എന്നിരുന്നാലും നമ്മുടെ ടോജി ഗോജോനെയും നമ്മുടെ ഗീറ്റോനെയും ഫേസ് ചെയ്യുകയാണ്. ആദ്യം ഗോജോനെയാണ്. തല വെട്ടിയാൽ പിന്നെ പ്രശ്നമില്ലല്ലോ എന്ന് ഓർത്ത് ഗോജോനെ ആദ്യം പോയി അറ്റാക്ക് ചെയ്യുന്നു. അതൊരു മാസീവ് ഫൈറ്റ് ഒക്കെ തന്നെയാണ്. ഫൈറ്റ് ഫ്രെയിം ബൈ ഫ്രെയിം ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമ്മുടെ പരിപാടിയല്ല. സോ ഏതായാലും ആ ഫൈറ്റ് കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കാണുക. ആ ഒരു ഫൈറ്റിൻ്റെ ഇടയ്ക്ക് മൾട്ടിപ്പിൾ ടൈംസ് അടിയും കൊടുക്കുന്നുണ്ട് നമ്മുടെ ഗോജോയ്ക്കിട്ട് ടോജി. യെസ്, സീസൺ തുടങ്ങിയപ്പോൾ തൊട്ട് മൂവിയിലും പോട്ടെ ഇതുവരെ കണ്ടതിൽ ഗോജോ ആദ്യമായിട്ട് ഡിഫീറ്റ് ആകുന്നത് നമ്മൾ ഇപ്പോഴാണ് കാണുന്നത്. ടോജി തൂക്കി എറിയുമായിരുന്നു എന്ന് തന്നെ പറയാം. ഏറ്റവും അവസാനം ഗോജോനെ ഒരു ത്രോട്ട് മുതൽ അങ്ങോട്ട് താഴോട്ട് വലിച്ച് കീറി കത്തിക്കിട്ടിട്ടാണ് നമ്മുടെ ടോജി അവിടുന്ന് പോകുന്നത്. ഇതേട്ട മീൻ ഗോജോ ഗേറ്റോട് പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഇവനെ നോക്കിക്കോളാം, നീ ആ പെണ്ണിനെ കൊണ്ട് രക്ഷപ്പെടാൻ. എന്നിരുന്നാലും ഗോജോയുടെ കഥ കഴിച്ചിട്ട് ഗേറ്റോനെ തപ്പി നമ്മുടെ ടോജി പോവുകയാണ്. ഗേറ്റോ ആയിട്ട് ഫൈറ്റ് ചെയ്യുന്നു. അപ്പോൾ ആകട്ടെ ഗേറ്റോയുടെ ഫ്രണ്ടിൽ വെച്ച് തന്നെ റീക്കോനെ നമ്മുടെ ടോജി കൊല്ലുകയാണ്. അത് കഴിഞ്ഞ് ഗേറ്റോനെയും കൊല്ലുന്നു. ഓഫ് കോഴ്സ് ഗോജോനെ കൊന്ന ആൾക്കാണ് ഇവരെ കൊല്ലാൻ പാട്. സോ ഈ ഒരു മൊമെൻറ്റ്, അതായത് തൻ്റെ മുമ്പിലിട്ട് റീക്കോനെ കൊല്ലുന്നു, നല്ല രീതിയിൽ മെൻ്റലി നമ്മുടെ ഗേറ്റോനെ ഷാറ്റർ ചെയ്യുന്നുണ്ട്. സോ ഇതെല്ലാം കഴിഞ്ഞ് ടോജി പ്രശ്നമെല്ലാം തീർന്നെന്ന് ഓർത്ത് തിരിച്ചു വരുമ്പോഴാണ് ഗോജോ അവേക്കനായി നിൽക്കുന്നത് കാണുന്നത്. യെസ്, ഗോജോ സർവൈവ്സ്. അതായത് അവിടെ തന്നെ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട്. ഡെത്തിൻ്റെ അറ്റത്ത് വെച്ച് ഗോജോയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. റിവേഴ്സ് കേഴ്സ് ടെക്നിക്ക് ഉപയോഗിച്ച് ട്രൂ നേച്ചർ ഓഫ് ലിമിറ്റ്ലെസ് ഗോജോ പഠിച്ചു. ഫുള്ളി അവേക്കണായി. ഗോജോ ആണെങ്കിൽ ടോജിനെ എഫോർട്ട്ലെസ്ലി അവിടെ ഇട്ട് തൂക്കി അടിക്കുന്നുണ്ട്. ഹോളോ പർപ്പിൾ എന്ന് പറയുന്ന ആ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച്. അത് ഫസ്റ്റ് ടൈമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതിനു മുമ്പ്, അതായത് മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ഗോജോ ചോദിക്കുമ്പോഴേക്ക് എൻ്റെ മകന്, അതായത് മൈ സൺ വിൽ ബി സോൾഡ് ടു ദി സെനിൻ ക്ലാൻ എന്നാണ് പറയുന്നത്. ഇതാരും ഉദ്ദേശിക്കുന്നത് നമ്മുടെ മെഗുമി ഫുഷിഗിറോനെ.
സോ എന്നിരുന്നാലും ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഗോജോ ഗേറ്റോയുടെ അടുത്ത് പോയി കാണുന്നുണ്ട്. അപ്പം തൊട്ടാണ് നമ്മുടെ ഗേറ്റോയുടെ ഫാൾ ബിഗിൻ ചെയ്യുന്നത്. അതായത് റീക്കോയുടെ മരണവും കൊണ്ട് ഗേറ്റോ ശരിക്കും മെൻ്റലി അങ്ങ് ഡിസ്റ്റർബ്ഡായി. എന്തിനു തന്നെ അവൻ്റെ പർപ്പസ് എന്താണെന്ന് തന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹം എത്തിയ കൺക്ലൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ മനുഷ്യന്മാരെ സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അവരെ രക്ഷിക്കാൻ നേരത്താണല്ലോ നമ്മുടെ സോഴ്സറസ് മരിച്ചു പോകുന്നത്. എന്തിനാണ് ഇവന്മാരെ രക്ഷിക്കുന്നത്? ഇത്രയും പവർ ഇല്ലാത്ത ഇവന്മാർ. ഒന്നാമത് അവന്മാർക്ക് നമ്മളെ കാണുമ്പോൾ പേടിയും വെറുപ്പും ഒക്കെയാണ്. അങ്ങനെയുള്ള ഇവന്മാരെ നമ്മളെന്തിനാണ് രക്ഷിക്കുന്നത് എന്നുള്ള ഒരു ടൈപ്പിൽ ചോദ്യം, ഐഡിയോളജി ഗേറ്റോയുടെ മൈൻഡിലേക്ക് വന്നു. ആൻഡ് ഇവൻച്വലി ഗേറ്റോ ഒരു കേഴ്സ് യൂസറായിട്ട് മാറി. അതായത് ഒരു എൻറ്റയർ വില്ലേജിനെ തന്നെ മർഡർ ചെയ്തു. അവനവൻ്റെ പേരൻസിനെ കൊന്നു. ജുജുത്സു സൊസൈറ്റീനെ ഡിഫെക്റ്റ് ചെയ്തു. ഗോജോ വന്ന് ചോദിക്കുമ്പം കാര്യങ്ങളെല്ലാം അവൻ പറയുന്നുണ്ടെങ്കിലും ഗോജോയ്ക്ക് ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ള രീതിയിൽ അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അവിടെ വെച്ച് അവരുടെ ഫ്രണ്ട്ഷിപ്പ് അവിടെ കട്ടാവുന്ന രീതിയിലാണ് കാണിക്കുന്നത്. ഇങ്ങനെയാണ് ഫസ്റ്റ് ആർക്ക് തീരുന്നത്. ഇനി അടുത്തതാണ് ഷിബുയ ഇൻസിഡൻറ്റ് ആർക്ക്. എപ്പിസോഡ് 6 മുതൽ 23 വരെയാണ് ഇതിൻ്റെ ആ ഒരു ദൈർഘ്യം. ഇപ്പോഴത്തെ ടൈം ലൈൻ എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടൈം ലൈൻ അല്ല കേട്ടോ, നമ്മുടെ യുജിയുടെ ഒക്കെ ടൈമിലേക്ക്. ഇത്ര നേരം നമ്മുടെ ഈ ഗോജോയുടെയും ഗേറ്റോയുടെ പാസ്റ്റാണ് കാണിച്ചതെങ്കിൽ ഇപ്പോൾ കറണ്ട് ടൈം ലൈനാണ്. യുജി, മെഗുമി അവരൊക്കെ ഉണ്ടാകുന്ന ആ ഒരു ടൈം ലൈനിൽ തന്നെ. സോ അവരുടെ ടൈം ലൈനിൽ ഇപ്പം നമ്മുടെ കേഴ്സസും കേഴ്സ് യൂസേഴ്സും കൂടെ സിവിലിയൻസിനെ ട്രാപ്പ് ചെയ്തിട്ട് ഷിബുയ സ്റ്റേഷൻ എന്ന് പറയുന്ന സ്ഥലത്ത് ട്രാപ്പ് ചെയ്തിട്ട് അവരുടെ ഒരു ഡിമാൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോജോനെ അവിടെ ഒറ്റയ്ക്ക് കൊണ്ടുവരണമെന്നായിരുന്നു. ഗോജോ ആണെങ്കിൽ തേണ്ട കിടക്കുന്നതെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചെന്നിട്ട് കേഴ്സുമായിട്ട് ഫൈറ്റ് ചെയ്യുകയാണ്. ജോഗോ, ഹനാമി, ചോസോ, മാഹിറ്റോ ഇവരുമായിട്ടൊക്കെ എല്ലാ രീതിയിലും ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അറിയാലോ, ഗോജയാണ് നല്ല രീതിയിൽ ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട്, അതും സിവിലിയൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ. സോ ഈ ഒരു ടൈമിലാണ് അവിടെ വേറൊരു മാസ്റ്റർ മൈൻഡിനെ റിവീൽ ചെയ്യുന്നത്, ഗേറ്റോ സുഗോറു. ഇത് സത്യം പറഞ്ഞാൽ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇത് റിയാലിറ്റിയിൽ ഗേറ്റോ അല്ല, ഗേറ്റോയുടെ ബോഡി പൊസസ് ചെയ്തിരിക്കുന്നത് കെൻജാക്കു എന്ന് പറയുന്ന ഒരു ഏൻഷ്യൻറ്റ് സോഴ്സറാണ്. കെൻജാക്കു പ്രിസൺ റിയലം എന്ന് പറയുന്ന ആ ഒരു സാധനം ഉപയോഗിച്ചിട്ട് ഗോജോനെ സീൽ ചെയ്യുകയാണ്. 1 minute ഓഫ് റിയൽ ടൈം പെർസെപ്ഷൻ എന്ന് പറയുന്ന ആ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ട്. ഗോജോനെ സീൽ ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ലെന്ന് ഇവർക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ ഗോജോനെ സീൽ ചെയ്യുകയാണ്. ഗോജോ ഈസ് സക്സസ്ഫുള്ളി സീൽഡ്. ഇത് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇവൻറ്റ് ഇൻ ജെജെക്കെയാണ്. കാരണം ഗോജോ അത്ര ഓവർ പവർഡാണ്. ഗോജോനെ സീൽ ചെയ്താലും വല്ല നടക്കുള്ളൂ. ഇപ്പോൾ ഗോജോയും കൂടെ പോയതുകൊണ്ട് സോഴ്സറസ് ഒക്കെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ്. കേഴ്സസ് ഒക്കെ ഫുള്ളിങ്ങനെ ഓടി നടക്കുകയാണ്. യുജി, മെഗുമി, നൊബറ, നനാമി, മാക്കി ബാക്കിയുള്ളവരെല്ലാം തന്നെ ഷിബുയിലേക്ക് ഇങ്ങനെ എൻ്റർ ചെയ്യുകയാണ്. ഈ ടൈമിലാണ് സുക്കൂണ വരുന്നത്. മോനെ അതൊരു ഒന്നൊന്നര വരവ് തന്നെയായിരുന്നു. മാഹിറ്റോയുടെ അലൈഡ് ഫോഴ്സസ് യുജിനെ 10 സുക്കൂണ ഫിംഗേഴ്സും അങ്ങനെ ഫീഡ് ചെയ്യിപ്പിക്കുകയാണ്. സുക്കൂണ ടേക്സ് കൺട്രോൾ. ആദ്യം സുക്കൂണ വേഴ്സസ് ജോഗോ ഒരു ഫൈറ്റാണ് നല്ലത്. അറിയാമല്ലോ, സുക്കൂണയുടെ പവറിൻ്റെ 100-ൽ 1 അംശം പോലും ഇല്ല. നല്ല രീതിയിൽ ഡിഫീറ്റ് ആകുന്നു. അത് കഴിഞ്ഞിട്ടാണ് ആ ഷിബുയ മസ്കാര നടക്കുന്നത്. എൻറ്റയർ വില്ലേജിനെ ഡിസ്ട്രോയ് ചെയ്യുന്നത്, സിറ്റി ബ്ലോക്സിനെ ഡിസ്ട്രോയ് ചെയ്യുന്നു, സിവിലിയൻസിനെ തൗസൻഡ്സ് ഓഫ് ആൾക്കാരെ കൊല്ലുന്നു. അത് ആ വിഷ്വലി അവിടെ എടുത്തു വെച്ചേക്കും, നമുക്ക് കാണുമ്പോൾ ചിൽസ് വരും ലിറ്ററലി. അത് കഴിഞ്ഞ് മെയിൻ ഒരു ഫൈറ്റ് വരുന്നത് മെഗുമിയുടെ സ്ട്രോങ്ങസ്റ്റ് ഷീക്കിഗാമിയുണ്ട്. ആ പുള്ളിയായിട്ട് സുക്കൂണയുടെ ഒരു ഫൈറ്റ് ഉണ്ട്. മോനെ വിഷയം. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോഴേക്ക് യുജി സുക്കൂണയുടെ മണ്ടയിൽ കൺട്രോൾ എടുക്കുകയാണ്. കംപ്ലീറ്റ്ലി ട്രോമറ്റൈസ്ഡ് ആയി പോവുകയാണ്. ഇത്രയും വലിയ ഒരു നാശനഷ്ടത്തിന് ഞാനാണല്ലോ കാരണം എന്ന് വിചാരിച്ച്. അപ്പോൾ നമുക്കറിയാലോ, നനാമി സിവിയർലി ഇഞ്ചേർഡായി ബ്രൂട്ടലി കിൽഡ് ആവും യുജിയുടെ ഫ്രണ്ടിൽ വെച്ച് തന്നെ. അതുപോലെ തന്നെ നൊബാറ ഇവരെല്ലാം തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ ഒരു ടൈമിൽ യുജി മാഹിറ്റോടെ നേരെ ഇങ്ങനെ ദേഷ്യത്തിൽ ഇങ്ങനെ ചെല്ലുകയാണ്. അതിൻ്റെ കൂടത്തിൽ ടോഡോയും കൂടെ ഉണ്ട് കേട്ടോ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ നമ്മുടെ മാഹിറ്റോ ആണെങ്കിൽ ബ്ലാക്ക് ഫ്ലാഷ് ടെക്നിക്സും പിന്നെ നിയർ പെർഫെക്റ്റ് ഫോമിൽ ഇങ്ങനെ എത്തുന്നതിന് മുമ്പ് യുജി മെൻ്റലി അവനെ ബ്രേക്ക് ചെയ്യുകയാണ്. അങ്ങനെ മാഹിറ്റോ അവിടുന്ന് ഓടി ടെറിഫൈ ചെയ്ത് പോവുകയാണ്. ഈ ഒരു ടൈമിൽ കെൻജാക്കു, ദ ഏൻഷ്യന്റ് സോർസറർ, മാഹിറ്റോനെ അബ്സോർബ് ചെയ്തിട്ട് അവൻ്റെ പ്ലാൻ അങ്ങ് പറയുകയാണ്, ദ കള്ളിങ് ഗെയിം. അതായത് ഫോഴ്സ്ഡ് എവല്യൂഷൻ ഓഫ് ഹ്യൂമാനിറ്റി, എല്ലാ രീതിയിലുള്ള ഒരു കെയോസ്. ഇങ്ങനെയാണ് മെയിൻലി അതിൻ്റെ ആ ഒരു പ്ലോട്ട് തന്നെ നിൽക്കുന്നത് സീസൺ 2-ൻ്റെ. ഇതിൻ്റെ ആഫ്റ്റർ മാത്ത് എന്ന് പറയുന്നത് ജുജുത്സു സൊസൈറ്റി കംപ്ലീറ്റ്ലി കൊളാപ്സ് ആയി. ഗോജോ ഒരു ക്രിമിനലായിട്ട് ഇപ്പോൾ ഡിക്ലെയർ ചെയ്തു. കാരണം ഗേറ്റോയും ഗോജോയും കൂടെ ഒരുമിച്ചാണ് ഇതെല്ലാം ചെയ്തതെന്ന് പറഞ്ഞാൽ അവനെ ഒരു ക്രിമിനലാക്കി. യുജി എക്സിക്യൂഷന് വിധേയനാക്കപ്പെട്ടു. കാരണം സുക്കൂണ അറിയാലോ, ആദ്യം തൊട്ടേ പറഞ്ഞിരുന്നായിരുന്നു ഗോജയുടെ ഇൻ്റർവെൻഷൻ കൊണ്ട് മാത്രമാണ് യുജി ഇത്ര നാളും ജീവിച്ചിരുന്നത്. പ്രിൻസിപ്പൽ യാഗേനെ എക്സിക്യൂഷൻ അല്ലെങ്കിൽ ഡെത്തിന് വേണ്ടി ഇതിട്ടു. കാരണം അറിയാം, ഗോജയുടെ അതേ മെൻറ്റാലിറ്റിയും അതേ രീതിയിൽ പ്രോഗ്രസീവ് ചിന്തിക്കുന്ന ഒരാൾ തന്നെയായിരുന്നു പ്രിൻസിപ്പൽ യാഗ. പുള്ളിനെയും ആ ഒരു സൊസൈറ്റി ഡെത്തിന് വിധേയനാക്കാൻ വേണ്ടി മാർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ജെജെക്കയുടെ ഒരേ ഒരു മൂവിയിലെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ആ ഒരാളും തിരിച്ചു വരുന്നുണ്ട്, യൂട്ടാ ഒക്കൊട്സു. യൂട്ടാനെ അസൈൻ ചെയ്തിരിക്കുന്നത് യുജിയുടെ എക്സിക്യൂഷണറായിട്ടാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു അവസാനം തന്നെ അവൻ പറയുന്നുണ്ട്, ഇവൻ ഗോജയുടെ സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, ഇവൻ എൻ്റെ കൂട്ടുകാരൻ്റെ കൈയല്ലേ ആ ഒരു ഇൻസിഡൻറ്റിൽ കളഞ്ഞത്, ഞാൻ അവനെ കൊല്ലുമെന്ന്.
സോ സീസൺ 2 എൻഡ് ചെയ്യുമ്പോഴേക്ക് ഗോജോ സീലായി, ഷിബുയ ഡിസ്ട്രോയ് ആയി, തൗസൻഡ്സ് ഓഫ് ആൾക്കാർ മരിച്ചു, ഓൾഡ് ജുജുത്സു കംപ്ലീറ്റ്ലി പോയി, കള്ളിങ് ഗെയിം ആർക്കിലേക്ക് അതായത് സീസൺ 3ലേക്ക് ഡയറക്റ്റ്ലി ലീഡ് ചെയ്യുകയാണ്. ഇങ്ങനെയാണ് സീസൺ 2ൻ്റെ മെയിൻ പ്ലോട്ട് ഒന്ന് നമ്മൾ ക്വിക്കായിട്ട് റീക്യാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ. ഓഫ് കോഴ്സ് ഇതിൻ്റെ ഇടയ്ക്കത്ത് കുറച്ച് മൈനർ സാധനങ്ങളൊക്കെ ഞാൻ വിട്ടിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ടോജി തിരിച്ചു വരുന്നുണ്ട്. അതൊക്കെ എന്തിനും കൊണ്ടുവന്നാണെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. വെറുതെ വന്നു ഫൈറ്റ് ചെയ്യുന്ന അവൻ തന്നെ മരിച്ചിട്ട് പോകുന്നു. സോ എന്തിരുന്നാലും ഇപ്പോൾ ഇങ്ങനെയാണ് നിൽക്കുന്നത്. സീസൺ 3 യൂട്ട വേഴ്സസ് UG ഫൈറ്റ് നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് കാണാം. ട്രെയിലറിൽ അത് കാണിച്ചിരുന്നു. ഏതായാലും നമുക്ക് സീസൺ 3ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും വിട്ടുപോയ കനോൺ ഇവൻ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഡൗൺ ബിലോ. അടുത്തൊരു JJK എക്സ്പ്ലനേഷൻ, JJK ക്യാരക്ടർ അനാലിസേഷൻ വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ ബോയ്, സീ യു നെക്സ്റ്റ് വീഡിയോ. ടാറ്റ ഗൈസ്. I told you long ago